ഇന്ന് ബിരിയാണി ആയിരുന്നു വീട്ടിൽ. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാനൊരു 2-3 പീസ് എടുത്തിട്ട് അന്ന് ചെയ്ത പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അന്ന് ചെയ്ത് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതേപോലെ വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഈ പ്രാവശ്യം ക്യാപ്സിക്കവും ക്യാബേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൽ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ ദേ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നമ്മൾ ഓരോ ബ്രെഡിൽ വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡും ബണ്ണും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ചീസ് ഇന്നലെ എടുത്തതിൻ്റെ ബാലൻസും ഉണ്ടായിരുന്നു. തന്തൂരി സോസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേവി വെച്ച് അതിൻ്റെ പുറത്ത് ചീസ് വെച്ചിട്ട് മയോണൈസും സോസും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ പിന്നെ ഒരു ബ്രെഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടാ. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചെടുക്കാം. ഇതിൽ നമ്മൾ എണ്ണ ഇടാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്രെഡ് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വൈകുന്നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാത്രി ഫുഡ് കഴിക്കൽ കണക്കായിരിക്കും. ഞാൻ ഇതിന് 2 കഴിച്ചിട്ട് അങ്ങനെ പോയിക്കണം എന്നൊരൊറ്റ ഉറക്കം.